സേതു ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ മഴയാണ് എല്ലാ ദിവസവും. ഇപ്പോൾ കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിലെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മാപ്പ് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഞായറാഴ്ചയോടെ കാലവർഷം എത്തിയേക്കും. അതായത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ മെയ് 27ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അടുത്തതായി എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക നിർദ്ദേശങ്ങൾ എന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രത നിർദ്ദേശമാണ് ആദ്യം പറയുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്തതായി ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. പതിവ് പോലെ കണ്ണൂർ, കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ നിർദ്ദേശമാണ് കേട്ടോ. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഴത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടിയുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ജാഗ്രത പാലിക്കുക. അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക. ഈ ഒരു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഈ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ചൂടാണ് പരിശോധിക്കുന്നത്. നിലവിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില എന്നാണ് ഇനി പരിശോധിക്കുന്നത്. കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയം 33, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അടുത്തതായി പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട്, കോഴിക്കോട് ഈ 2 ജില്ലകളിലും 31 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചൂടിൻ്റെ ഒരു അവസ്ഥ. താരതമ്യേന ചൂട് കുറവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക. അപ്പോൾ വീണ്ടും നാളെ സ്കൈ വാച്ചിൽ കാണാം.